ഹായ് യോൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു 4-5ഓളം കമ്പനീസിൻ്റെ വേക്കൻസീസ് ആയിട്ട് ഞാൻ ഇന്നും എത്തിയേക്കുന്നത്. ഇന്നലെയും ഒരു 4ഓളം കമ്പനീസിൻ്റെ 10-20ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഇന്നലെ എത്തിയത്. ഇന്ന് ഒരു 4ഓളം കമ്പനീസിൻ്റെ 10-50ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയേക്കുന്നത്. അതിൽ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു 4ഓളം കമ്പനീസിൻ്റെ ഒരു 10-50ഓളം വേക്കൻസീസ്. അതിപ്പം ആദ്യമായിട്ട് പറയാം, ഐൻ അൽ ഖലീജ് ഹോസ്പിറ്റലിലേക്ക് ഒരു 5ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. രജിസ്റ്റേർഡ് നേഴ്സ് OR OPD, രജിസ്റ്റേർഡ് നേഴ്സ് OR, രജിസ്റ്റേർഡ് നേഴ്സ് OPD, രജിസ്റ്റേർഡ് നേഴ്സ് IP, രജിസ്റ്റേർഡ് നേഴ്സ് UCC, രജിസ്റ്റേർഡ് നേഴ്സ് ICU. അങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു 5ഓളം വേക്കൻസീസ് ആണ് ഐൻ അൽ ഖലീജ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റിൽ CV അറ്റാച്ച് ചെയ്തിട്ട് സബ്ജക്റ്റിൽ എപ്പോഴും ബയോഡാറ്റ ടു ദി പൊസിഷൻ ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് OR OPD അല്ലെങ്കിൽ IP എന്ന് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം മെയിൽ അയക്കാൻ. മെയിൽ അയക്കേണ്ടത് ഒരു 6ഓളം മെയിൽ ഐഡീസ് ആണ് അവർ തന്നേക്കുന്നത്. HR@akhospitals.com എന്ന് പറയുന്ന മെയിൽ ഐ ഡി ആണ് hospital.com. അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. 6 മെയിൽ ഐ ഡീസ് ഉണ്ട്. 6 മെയിൽ ഐ ഡീസും പിന്നെ രണ്ടാമത്തെ മെയിൽ ഐ ഡി ആണ് career@akhospitals.com. ഇങ്ങനത്തെ ഒരു 6ഓളം മെയിൽ ഐ ഡീസ് ആണ്. ഈ 6ഓളം മെയിൽ ഐ ഡീസും ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കാം. ഈ വേക്കൻസീസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് അതിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. പിന്നെ വരുന്നതാണ് വേഗ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സിലേക്ക് ഒരു HR എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. info@vegaworldwide.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റിൽ CV ടു ദ പൊസിഷൻ ഓഫ് HR എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. പിന്നെ സബ്ജക്റ്റിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ മൈസെൽഫ് ഐ ഹാവ് ഓൾമോസ്റ്റ് ദിസ് മച്ച് ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ചെറിയൊരു നോട്ട് കൊടുക്കുക. ഓക്കെ, ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്ത്, ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നു, ഇന്ന ഇത്ര വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ വെച്ചിട്ട് ഒന്ന് കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് അൽ തുറാത്ത് എഞ്ചിനീയറിംഗിലേക്ക് ഒരു 6ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. യൂട്ടിലിറ്റി എഞ്ചിനീയർ, ക്വാളിറ്റി സൂപ്പർവൈസറി, റെസിഡൻഷ്യൽ എഞ്ചിനീയർ, സീനിയർ റോഡ് ഡിസൈൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ സൂപ്പർവൈസർ, സിവിൽ ഇൻസ്പെക്ടർ, ഇങ്ങനത്തെ സിവിൽ എഞ്ചിനീയർ, ഇങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു 6ഓളം വേക്കൻസീസ് ആണ് ഈ അൽ തുറാത്ത് എഞ്ചിനീയറിംഗിലേക്ക് അവിടെ ലിസ്റ്റ് ചെയ്തേക്കണേ. അപ്പം മെയിൽ അയക്കേണ്ടത് ഒരു 3 മെയിൽ ഐ ഡീസ് ഉണ്ട്. anju@tech.aeയും r@tech.aeയും khalij@tech.ae. ഈ 3 മെയിൽ ഐ ഡീസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും വേക്കൻസിയും. അതായത് വേക്കൻസി വരുന്നത് 6 വേക്കൻസിയാണ്. യൂട്ടിലിറ്റി എഞ്ചിനീയർ, ക്വാളിറ്റി സൂപ്പർവൈസറി, റെസിഡൻഷ്യൽ എഞ്ചിനീയർ, സീനിയർ റോഡ് ഡിസൈനിങ് എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ സൂപ്പർവൈസർ, പിന്നെ സിവിൽ എഞ്ചിനീയർ, സിവിൽ സൂപ്പർവൈസർ, സിവിൽ ഇൻസ്പെക്ടർ. ഇങ്ങനത്തെ ഒരു 6-7ഓളം വേക്കൻസീസ് ആണ്. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക്, ഒരു അബുദാബി യൂണിവേഴ്സിറ്റിയിലേക്ക് 23ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ളതുണ്ട്. പ്രൊഫസേഴ്സിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്, ലെക്ചേഴ്സിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ വേക്കൻസീസ് പറയുന്നത് 23 എണ്ണമാണ്. അഡ്മിൻ സ്റ്റാഫ്, അക്കാഡമിക് അഡ്വൈസറി, CRM സ്പെഷ്യലിസ്റ്റ്, അഡ്മിൻ അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ടീച്ചിങ് അസിസ്റ്റന്റിലേക്ക് ഞാൻ പറയാം, അതിൻ്റെ ബ്രീഫ് ചെയ്ത് ഞാൻ പറയാം കുറച്ച് കഴിയുമ്പോഴത്തേനും. പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ, ലെക്ചർ, ഇങ്ങനത്തെ ഓൾമോസ്റ്റ് 23 വേക്കൻസി. അതായത് ലെക്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻസിലേക്ക് വരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട്സിലേക്ക് വരുന്നുണ്ട്, ബിഹേവിയർ ആൻഡ് അനലിറ്റിക്സിലേക്ക് വരുന്നുണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിലേക്ക് വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ എന്നീ വേക്കൻസിയിലേക്ക് വരുന്നതാണ്. അസോസിയേറ്റ് പ്രൊഫസർ ഫിനാൻസ്, പിന്നെ ലെക്ചർ ഫിനാൻസ്, ലെക്ചർ അക്കൗണ്ട്സ്, പിന്നെ ടീച്ചിങ് അസിസ്റ്റന്റ് ബിഹേവിയർ അനാലിറ്റിക്സ്. അങ്ങനെ പറയുന്ന ഈ ഫിനാൻസ്, അക്കൗണ്ട്, ബിഹേവിയർ അനാലിറ്റിക്സ്, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതെല്ലാം വേക്കൻസി വരുന്നത് ലെക്ചേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ടീച്ചിങ് അസിസ്റ്റന്റ്. അതിൽ ഓൾമോസ്റ്റ് ഒരു മെയിൽ ഐ ഡി തന്നിട്ടുള്ളൂ, recruitment@adu.ac
az.ae എന്ന് പറയുന്ന മെയിൽ ഐ ഡി ആണ്. ഇപ്പം മെയിൽ അയക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സെപ്പറേറ്റ് സബ്ജക്റ്റിൽ ബയോഡാറ്റ അറ്റാച്ച് ചെയ്ത് സബ്ജക്റ്റിൽ ഇപ്പോഴും വെക്കേണ്ടതാണ് ഐ എം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ് ഏത് പൊസിഷൻ ആണുള്ളത്. ഐ എം അപ്ലൈയിങ് ടു ദി പൊസിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അല്ലെങ്കിൽ ഐ എം അപ്ലൈയിങ് ടു ദ പൊസിഷൻ ഓഫ് ടീച്ചിങ് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഐ എം അപ്ലൈയിങ് ടു ദ പൊസിഷൻ ഓഫ് ലെക്ചർ ഫിനാൻസ്, അല്ലെങ്കിൽ ഐ എം അപ്ലൈയിങ് ടു ദ പൊസിഷൻ ഓഫ് ലെക്ചർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം മെയിൽ അയക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരു 4 കമ്പനീസിൻ്റെ ആണെങ്കിലും 50 വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം 23 അബുദാബി യൂണിവേഴ്സിറ്റിയുടെ 26 വേക്കൻസീസ്, 22 വേക്കൻസി, ഞാൻ അതെല്ലാം ലിസ്റ്റ് അടക്കം വേക്കൻസിയുടെ എല്ലാ വേക്കൻസീൻ്റെയും ലിസ്റ്റ് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മെയിൽ ഐ ഡീസും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ ഒരു നൽക്കലീജിലേക്ക് ഹോസ്പിറ്റലിലേക്ക് 5 വേക്കൻസി, വേഗാവേലിലേക്ക് HR എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി, പിന്നെ അൽത്തക്കൂർ എഞ്ചിനീയറിംഗിലേക്ക് 6 വേക്കൻസി, ഇങ്ങനത്തെ ഒരു 10-50 വേക്കൻസീസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്തേക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നോടം വരെ ബൈ ബൈ, സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്.